ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു വന്നതാണ്. അപ്പോൾ സാഹചര്യങ്ങളാൽ എൻ്റെ കൊച്ചും എൻ്റെ മൂത്ത കുട്ടി MBBS ഡോക്ടറാണ്. രണ്ടാമത്തെ കുട്ടി MA BEd JDC അത് കൈബ്രേക്ക് പിന്നെ കമ്പ്യൂട്ടർ ഇത്ര ഡിഗ്രി ഉണ്ട്. ഇളയ കുട്ടി MSc BEd. ആ തരത്തിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് രണ്ടാമത്തെ കുട്ടിക്ക് അവിടെ സമഗ്രകാലം ജോലി കിട്ടിപ്പോയി എന്നുള്ള നേരം ആ ജോലിയെ സംബന്ധിച്ച് വളരെ നിഷ്ഠൂരമായ നിലപാടുകൾ പാർട്ടി നേതൃത്വവും അത് കരവയിലെ നേതൃത്വവും ബാങ്കിലെ പ്രസിഡന്റും കൗൺസിലേക്കും അതിനെല്ലാം സഹായം ചെയ്തുകൊണ്ട് PV സുനിലും PJ ജോസഫും അടങ്ങുന്ന AC സെന്റർ ഞാൻ ഉൾപ്പെടുന്നു. ഞാൻ AC സെന്ററുകാരനാണ്. പക്ഷേ എന്നെക്കാൾ ഉപരിയായ AC സെന്ററിൽ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു ഗ്രൂപ്പിസത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ എനിക്കെതിരായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രവർത്തനം അവിടെ നടന്നു എന്നാണ് എനിക്ക് പല കാരണങ്ങളാൽ പല സംഗതികളാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഗ്രൂപ്പിസത്തിൻ്റെ പേരടക്കും എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ 3-4 കാരണങ്ങൾ കൊണ്ട് ഈ ഗ്രൂപ്പിസം കൊടികുത്തിയുകയാണ്. ഇപ്പം തന്നെ വിഭാഗീയത കൊണ്ട് തകർന്നു പോയ പാർട്ടിയിൽ നിരവധിയായിട്ടുള്ള ഗ്രൂപ്പിസങ്ങളുണ്ട്. അതിൽ കഴവൂർ പഞ്ചായത്തിലെ അനുഭവങ്ങളിൽ നിന്നും താഴെയുള്ള 4-5 ഗ്രൂപ്പ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ഈ ബാങ്ക് പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തി ഇവിടെ PJ ജോസഫ്, PV സുനിൽ, PM തങ്കപ്പൻ, K ജയകൃഷ്ണൻ എന്നിവരുടെ അവർ താലോലിക്കുകയാണ് ഈ ഗ്രൂപ്പിസത്തെ. അവരെ ഗ്രൂപ്പിസത്തെ താലോലിച്ചുകൊണ്ട് ഒരു തരത്തിലും ഇതിനകത്ത് നിൽക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് പാർട്ടി വിടാനുണ്ടായ മുഖ്യ പ്രേരകശക്തി. അതിൽ പല സംഗതികളുള്ള ഒന്ന് ഈ ഭൂമാഫിയ. ഞാൻ അസംസ്കൃത യൂണിയന്റെ രംഗത്താണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. പാർട്ടി വിളിച്ച മുദ്രാവാക്യത്തിൽ ഭൂമാഫിയകളെ അമർച്ച ചെയ്യണമെന്നുള്ള രീതിയിൽ കൊടികുത്താൻ നടന്നു. ഞാൻ എവിടെയെല്ലാം കൊണ്ട് ആളുടെ കൂട്ടി കൊടികുത്തിയോ അവിടെയെല്ലാം എൻ്റെ പാർട്ടിക്കാർ നേതാക്കന്മാർ നടന്നു അവരോടെല്ലാം പൈസ വാങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അനുഭവം. അപ്പം ഞാൻ കൊണ്ട് മുണ്ടാറിലെ കടത്തറക്കരയിൽ കുത്തിയ കൊടി അവിടെ കടുത്തിരുത്തി SI മനോജനെ കൊണ്ട് ഊരിച്ചതിൻ്റെ പിന്നിൽ പാർട്ടി നേതൃത്വമാണ് നിൽക്കുന്നത്. ഞാൻ പാലക്കാട് സമ്മേളനത്തിന് പോയപ്പോഴാണ് ആ വേറെ ചില സംഭവങ്ങൾ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം പാർട്ടി നേതാക്കന്മാർ ഓടി എത്തുകയാണ്. എനിക്ക് വധഭീഷണി വന്നു ഭൂമാഫിയകളിൽ നിന്ന്. എൻ്റെ നാട്ടിൽ കടവൂർ പഞ്ചായത്തിൽ സമ്മേളനം വെച്ചു. ഞങ്ങൾ പ്രതിഷേധ മീറ്റിംഗ് KS നെറ്റിനകത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് നടത്തിയിട്ട് പോലും ഒറ്റ കുഞ്ഞുങ്ങൾ ആ പ്രതിഷേധ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പാർട്ടി നേതാക്കന്മാർ ആരും എത്തിയില്ല. എനിക്ക് ആ കാര്യത്തിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അപ്പോൾ അവരെല്ലാം എവിടെയാണ് നിൽക്കുന്നത് അതിൽ മനസ്സിലാവും. അതുപോലെ തന്നെ അവിടെ നടന്ന കടവൂർ പഞ്ചായത്തിൽ നടന്ന പ്രമാദമായ ഒരു പ്രശ്നമുണ്ട്. RSS അരവിന്ദ് ശങ്കർ എന്ന് പറയുന്ന RSSകാരനെ യൂത്ത് കോർഡിനേറ്ററായിട്ട് കടവൂർ പഞ്ചായത്തിൽ നിയമിച്ചു. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ CPIMന്റെ മുദ്രാവാക്യം സ്വേച്ഛാധിപത്യ വിരുദ്ധ വർഗീയ വിരുദ്ധ കൂട്ടുകെട്ടാണ്. വർഗീയവാദിയായിട്ടുള്ള ഇപ്പം കൊല്ലത്ത് പത്മനാഭനം എന്ന് പറയുന്ന ഒരു CPMകാരൻ BJPക്കാരുടെ യോഗത്തിൽ കയറി പ്രസംഗിച്ചതിന്റെ പേരിൽ ആ സഹാവിനെ നടപടിയെടുത്ത് പുറത്തു കളഞ്ഞു. ഇവിടെ കടവൂർ പഞ്ചായത്തിൽ RSSകാരനെ നിയമിച്ച കാര്യത്തിൽ അവിടുത്തെ DYFIക്കാർ പരാതി പാർട്ടി ഏരിയ കമ്മിറ്റി നൽകിയിട്ട് അവർക്ക് നീതി കിട്ടിയില്ല. അവരോട് പറഞ്ഞു അയ്യോ ഇത് പാർട്ടി തീരുമാനിച്ചാണെന്ന് പറഞ്ഞു. അവർ ഇത് പാർട്ടി കമ്മിറ്റിയുടെ ലാഭം തന്നെ പറഞ്ഞു പരത്തി. അങ്ങനെ പാർട്ടി കമ്മിറ്റിയിൽ നിന്നും സഖാക്കൾ PV സനൽകുമാർ, CO കുഞ്ഞുഞ്ഞ് തുടങ്ങിയ ആളുകളെല്ലാം DYFIക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ട് ആ പരാതിയെല്ലാം ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ വന്നാൽ ഇട്ടുമൂടി പോവുകയാണ്. ഒരു പരാതി അതിന് എടുത്തുകൊണ്ട് വന്നിട്ട് PV സനലിന്റെ പരാതി എടുത്തിട്ട് കള്ളപ്പരാതി എന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ നിന്നും വിവരാവകാശ നിയമം അനുസരിച്ച് അരവിന്ദ് ശങ്കർ എന്ന RSSകാരനെ നിയമിച്ചതിന്റെ തെളിവ് സഖാവ് CO കുഞ്ഞിന് എടുത്തോണ്ട് വന്നപ്പോൾ CO കുഞ്ഞിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ആ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യ ക്രമം അംഗീകരിക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉൾപാർട്ടി ജനാധിപത്യ ക്രമത്തിൽ നിരവധിയായിട്ടുള്ള ചിട്ടകളുണ്ട്. ആ ചിട്ടയൊന്നും പാലിക്കണമെങ്കിൽ ഒരു സഖാവ്